നമസ്കാരം, ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം സമ്പൂർണ്ണ വിഷുഫലമാണ് അവതരിപ്പിച്ചു വരുന്നത്. 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലവും നക്ഷത്രഫലവുമാണ് അവതരിപ്പിച്ചു വരുന്നത്. അശ്വതി മുതൽ പുണർദം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. പൂയ നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പറയുന്നത്. വിഷുഫലം പറയുമ്പോൾ ദേവതാഫലം, വിഷുഫലം, ശൂലഷട്കാദി ഫലങ്ങൾ, അതിനുശേഷം സമ്പൂർണ്ണ നക്ഷത്രഫലം എന്നീ രീതിയിലാണ് വിഷുഫലത്തെ പറയുന്നത്. ദേവതാഫലവും ശൂലഷട്കാദി ഫലവും സമ്പൂർണ്ണ നക്ഷത്രഫലവും തമ്മിൽ മാറ്റങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ ഒരു വർഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ധനലാഭവും ധനനഷ്ടവും ഒരേപോലെയൊക്കെ ഒരു വർഷത്തിൽ തന്നെ സംഭവിച്ചേക്കാം. നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്റെ തീർത്ഥയാത്ര എന്ന ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് പൂയ നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറയുന്നത്. വിഷുഫലമായിട്ട് നമുക്ക് ആദ്യം ദേവതാഫലത്തെ ഒന്ന് പരിശോധിക്കാം. പൂയ നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിൽ ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. ബ്രഹ്മാവിന്റെ പ്രീതിക്കായിട്ട് സർവ്വദേവതാ ഭജനമാണ് പറയുന്നത്. എല്ലാ ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ദർശനം നടത്തി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. വിഷുഫലത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ആദിഷട്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടസിദ്ധിയും സത്കീർത്തിയും വരുന്ന ഒരു വിഷു വർഷക്കാലം ഫലമായി പറയണം. ഇനി നമുക്ക് നക്ഷത്രഫലത്തെ കൂടി ഒന്ന് പറയാം. പൂയ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വിഷു വർഷക്കാലത്തിൽ ബന്ധുക്കളിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കാം. അനാവശ്യമായിട്ടുള്ള ആകുലതകളും ചിന്തകളും ഒക്കെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയാൻ സഹായിക്കുന്ന വർഷമാണ്. പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്ന വർഷമാണ്. പൈതൃക സ്വത്തിന്റെയൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. യാത്രകളൊക്കെ വേണ്ടി വരുന്നേക്കാം. കൂടാതെ ബന്ധുജനങ്ങളുടെ ഗുണം വർദ്ധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കളിലൊക്കെ താല്പര്യമുണ്ടാകാം. മത്സര പരീക്ഷകളൊക്കെ നേരിടുന്ന പൂയ നക്ഷത്രക്കാർക്ക് അതിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ വരുന്ന ഒരു വർഷക്കാലം പൂയ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ഗൃഹനിർമ്മാണത്തിലൊക്കെ ചെലവ് വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൂയ നക്ഷത്രക്കാരുടെ വിഷുഫലവും സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാണ്. അടുത്ത ദിവസം നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.